ഹലോ, അപ്പൊ ഇന്ന് അഗാരോ ബ്രാൻഡിന്റെ 3-in-1 ഹെയർ സ്റ്റൈലിന്റെ റിവ്യൂ പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ആ പ്രോഡക്റ്റ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ 3 പർപ്പസ്, ഹെയർ സ്ട്രൈറ്റനിങ്, കേളിംഗ്, ക്രിമ്പിംഗ്, ഈ 3 പർപ്പസും നമുക്ക് ഒരൊറ്റ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ വേറൊന്നെന്ന് പറയുമ്പോൾ ഇത് സെറാമിക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയർ പെട്ടെന്ന് അങ്ങ് ഡാമേജ് ആക്കില്ല. എന്ന് വെച്ച് എപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാവൂ. അല്ലാതെ എന്നും ഹെയർ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് ഡാമേജ് ആവും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഹെയർ ടൂൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്തതിന് മാത്രമേ യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പൊ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ ഓൺ ഓഫ് ബട്ടൺ മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ചാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രൈറ്റ്നർ പ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ ഒരു പ്രസ് കൂടെ കൊടുക്കുന്ന സമയത്ത് ക്രിമ്പർ പ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വരും. പിന്നെ ഇതൊരു മിഡിലേക്ക് ആക്കുന്ന സമയത്ത് നമ്മുടെ കേളർ പ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് പ്രൊസീജിയർ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കോഡാണ്. ഒരു 360 ഡിഗ്രിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് ഏത് പൊസിഷനിൽ നിന്ന് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതുപോലെ കുറച്ച് ഹെയർ എടുത്തിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക, അല്ലാതെ ഹെയറിൽ ഒരുമിച്ച് ചെയ്യാൻ നിൽക്കരുത്. സോ അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്ട്രൈറ്റനിങ് ആണ്. സോ അപ്പൊ എങ്ങനെ ചെയ്യണം നോക്കാം. സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. നന്നായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിമ്പ് ചെയ്ത് നോക്കാം. ഹെയർ ഇങ്ങനെ കുറച്ച് പോർഷൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ക്രിമ്പ് ചെയ്യാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ക്രിമ്പ് ആവുള്ളൂ. ഒരിക്കൽ ചെയ്തപ്പോൾ തന്നെ നല്ല ക്രിമ്പായി വന്നിട്ടുണ്ട്. അത് നമുക്ക് കേളർ യൂസ് ചെയ്ത് നോക്കാം. കേളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ കുറച്ച് അതിലേക്ക് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്യൂ സെക്കൻഡ് 1-2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വിട്ട് കൊടുക്കുക. നല്ല കേളായിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. സോ ബൈ ബൈ.